കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൈയടി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ എനിക്ക് എവിടെ എത്താനായില്ല. പേടിയും നിരാശയായിരുന്നു. എല്ലാത്തിലും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി. പ്രൊഫസറിൻ്റെ മകൾ ഒരു ഫെയിലിയർ ആണെന്ന് സ്കൂളിലെ ടീച്ചേഴ്സ് വരെ പറഞ്ഞു തുടങ്ങിയതിൻ്റെ നിരാശ. കണക്കിലെ 10 മാർക്ക് കുറഞ്ഞത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളുണ്ടായാൽ മതിയായിരുന്നു എനിക്കന്ന്. സ്പോർട്സിലും ആർട്സിലും മികവില്ലാത്തതിൻ്റെ അർത്ഥം ഞാൻ കുറഞ്ഞവളല്ലെന്ന് ഉറപ്പ് തന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു കൈകൾ മതിയായിരുന്നു എനിക്കന്ന്. അടുത്ത ഫ്ലാറ്റിലെ കുട്ടി പാട്ട് പാടുമെങ്കിൽ എൻ്റെ കുട്ടിയും പാടണമെന്ന വാശി ഇല്ലാതാക്കുന്നത് ആ കുഞ്ഞിൻ്റെ ചൈൽഡ്ഹുഡാണ്. 5 വയസ്സുള്ള കുട്ടിയുടെ ഇടയ്ക്ക് കുറഞ്ഞതിൽ നമുക്ക് തോന്നുന്ന നാണക്കേടിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ഓർത്തിരിക്കാനുള്ള കുറേ നല്ല നിമിഷങ്ങളാണ്. ബാല്യം നന്നാവട്ടെ. അതിന് നിങ്ങളുടെ ഈ ഒരൊറ്റ കൈയടി ശബ്ദം മതി. തെറ്റിപ്പോയ നേരത്ത്, ഒറ്റപ്പെട്ട നേരത്ത് നിങ്ങളുടെ 5 വയസ്സുകാരനെയോ 5 വയസ്സുകാരിയോ നെഞ്ചോട് ചേർത്ത് നണച്ചാൽ മതി. രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുഞ്ഞും അനുഭവിക്കുന്ന വേദന ഒന്ന് തന്നെയാണ് അറിഞ്ഞാൽ മതി. ബാല്യം നന്നാവുമ്പോൾ കൗമാരവും നന്നാവും, യൗവനവും നന്നാവും. പിന്നെ ഇന്നിവിടെ വരുന്ന ഈ കയ്യടിയുടെ കഥ പേരക്കുട്ടികളോട് പറഞ്ഞു പറഞ്ഞ് വാർദ്ധക്യവും നന്നാവും. ഞാനീ പറയുന്നത് സ്നേഹമല്ലാതെ പകരം ഒന്നും ആവശ്യപ്പെടാത്ത ഇവരുടെ ഗുരുദക്ഷിണ നൽകിയ വിനയത്തിൽ നിന്ന്, അതുള്ളിടത്തോളം കാലം തോൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന്. വൺസ് അഗെയിൻ ഐ റിയലൈസ് ദാറ്റ് child is the father of the man. ഇങ്ങനൊരു കൈയടിക്ക് വേണ്ടിയിട്ടല്ല മിലി സംസാരിച്ചത്. സ്വന്തം പ്രയത്നം കൊണ്ട് തുടങ്ങിയൊരു പ്ലേ സ്കൂൾ പിടിച്ചു നിർത്താനുള്ള അവസാന ഒരു ശ്രമം. ആത്മാർത്ഥമായി ജോലി സ്നേഹിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ചില പ്രൈസ്ലെസ് മൊമെൻറ്റ്സ് ആണത്. നിങ്ങളെക്കാൾ ലിമിറ്റേഷൻസ് ഉള്ള ഇവൾക്ക് ഇതാകാമെങ്കിൽ വൈ കാണ്ട് യു?